അപ്പോൾ ആദ്യം തന്നെ ഹോൾട്ട് നെക്ക് വരക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു ലൈൻ സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നത്. അതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെയും വരെ 3.5 ഇഞ്ച് അളവെടുത്ത് പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത് ഹോൾട്ടർ നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ താഴേക്ക് എന്താ അടയാളപ്പെടുത്തുന്നത്, ആം ഹോൾ അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തിയത് 7 ഇഞ്ചാണ്. എത്രയാണ് വേണ്ടത് അത്രയുള്ളത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഹോൾട്ടർ നെക്ക് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശേഷം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ചെസ്റ്റ് അപ്പർ 9.25, അതായത് ഇവിടെ തൊട്ട്, അതായത് ഇവിടെ നിന്ന് ഇവിടെയും വരെയും ആം ഹോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് 9.25, പിന്നെ ഇവിടെ ആയിട്ട് ഞാനൊരു ചെസ്റ്റ് മിഡിൽ അതൊരു 9.5 ആണ് എൻ്റെ. അപ്പം ഇവിടെ നിന്ന് ഞാൻ 9.5 എടുത്തു. പിന്നെ ഈ ചെസ്റ്റ് ലോവർ, ഇത് വേസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. വേസ്റ്റ് ചെസ്റ്റ് ലോവർ എന്നൊക്കെ പറയും, ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് ലോവറിൽ 8.5 ഞാൻ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ, അതായത് നടുക്കട്ടത് മാത്രം കുറച്ച് കൂടുതൽ വരുമ്പോൾ ഇവിടെ എങ്ങനെ ഷേപ്പ് വരുന്ന ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിന് ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിന് ഇവിടെ തൊട്ട് എത്രയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് അപ്പുറം തൊട്ട് ഇവിടെ വരെ നമ്മുടെ ബോഡിയിൽ തന്നെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് കിട്ടും, അവിടെ നിന്ന് താഴെ അങ്ങനെ തന്നെ കേട്ടോ. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്ത് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്തേക്ക് ഹോൾട്ടർ നെക്കിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഷോൾഡർ അളവെടുത്തു 7, എന്നിട്ട് ഇങ്ങോട്ടും 7, താഴേക്ക് 7 വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഈ 7 ഇഞ്ചിന് നമുക്ക് ഹാഫ് ആക്കണം. അപ്പോൾ 3.5 ഇഞ്ച് കിട്ടും. ആ 3.5 ഇഞ്ചിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആം ഹോൾ വരേണ്ടത്. 3.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ആം ഹോൾ ശരിക്കും, അതായത് ഇതെങ്ങനെ ശരിക്കും പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഈ മൂലഭാഗം ഉണ്ടല്ലോ, അത് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ മുട്ടിച്ച് ഈ ഭാഗം മുട്ടിച്ചിട്ട് നമുക്ക് ആം ഹോൾ നമുക്ക് വരക്കാം. നമുക്ക് ഈ വരയിൽ നിന്ന് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നമുക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ചരിച്ച് വരച്ചിട്ട് നമ്മൾ ആം ഹോൾ വീണ്ടും ഇതേപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കട്ടി. പിന്നെ നെക്ക് ഇവിടെ നിന്ന് ഇവിടെയും വരെ 2.25 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ഷോൾഡർ ഇങ്ങനെ ചരിച്ച് വെക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ 7 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 7.5 എങ്കിലും കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചരിച്ച് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. എനിക്കിപ്പോൾ 6 ആയാലും എൻ്റെ ആം ഹോൾ എനിക്ക് കറക്റ്റ് തന്നെ കിട്ടുന്നത്. കുറച്ച് ലൂസായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് 6 ഇഞ്ച് വരുമ്പോൾ എനിക്ക് കറക്റ്റ് ആം ഹോൾ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കാം. അപ്പോൾ മുകളിൽ നമ്മൾ 2.25 അടയാളപ്പെടുത്തി ഒരു ബോക്സ് പോലെ വരച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഭാഗത്ത് ആദ്യം നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ടായില്ല, അത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്കിലെ പീസാണ്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ തെറ്റ് പോകും. പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റുക, ഇത് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇത് മാത്രം കട്ട് ചെയ്തുകൊണ്ട് മാറ്റുക. അതിന് ശേഷം നമ്മൾ ചോക്ക് കൊണ്ട് ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്യുക. ബാക്ക് പീസാണ് ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്. അപ്പോൾ അത് 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് 1/2 ഇഞ്ചിൻ്റെ നേരെ ലൈനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ ആം ഹോൾ ഇങ്ങനെ ബാക്കിലെ ആം ഹോളിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വരാം കേട്ടോ. ഇത് ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ അളവാണ്. അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്ത് ശ്രദ്ധിച്ചേക്കാം, ഇത് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എൻഡിങ് ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തൊരു ചെരിച്ചായിട്ട് ഇങ്ങോട്ടൊരു കട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവിടുത്തെ ലാസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെക്കിലേക്ക് പോകാം. നെക്കിൽ എന്താ നമുക്ക് ചെയ്യാൻ നോക്കാം. കട്ട് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. ഫ്രണ്ടിലെ മാത്രം പീസ് എടുത്തിട്ട്, ഫ്രണ്ടിലെ പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ ആം ഹോളിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്ത് വരാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതുണ്ടോ, ഈ ഭാഗം മിനുസമായിരിക്കും, ഈ ഭാഗം റഫായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ മുറിച്ചെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഞാനൊരു 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ ഞാനൊരു 10 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. 10-11 ഇഞ്ച് അത്ര തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് മടക്കുമ്പോൾ നമുക്കൊരു 5 ഇഞ്ച് കിട്ടണം. ഓക്കെ, ഞാനിത് റഫായിട്ടാണല്ലോ മുറിച്ചേക്കുന്നത്. 10 ഇഞ്ച് ഇവിടെയും ഇങ്ങനെയും 10 ഇഞ്ച്, ഇങ്ങനെയും 10 ഇഞ്ച്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെയും വരെയും 3 ഇഞ്ച് മതി, 3.5 ഇഞ്ച്. ആൻഡ് ഇവിടെ നിന്ന് ഇവിടെയും വരെയും 2.25 ഇഞ്ച്. 2.25 ഇഞ്ച് എന്ന് പറയുമ്പോൾ ടേപ്പിൽ 3.5 എന്ന് പറയുമ്പോൾ ഇവിടെയും വരെ 3.5. 2.25 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കണ്ട 2 പോയിൻറ്റ് അപ്പുറം 1 2 കണ്ടാ, ഈ പോയിൻ്റാണ്. മനസ്സിലായില്ല, അതായത് ഹാഫിൻ്റെ അവിടെ നിന്ന് 1 2 രണ്ടാമത്തെ പോയിൻറ്റ്. ഓക്കെ, ശേഷം ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ കഴുത്തിന് ലെങ്ത്ത് വേണ്ടത്, 7 ഇഞ്ച് കറക്റ്റ് എനിക്ക് ഇവിടെ ഈ പോയിന്റിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ എത്രയാണോ വീതി വരേണ്ടത്, 3.5 വെക്കാം, അല്ലെങ്കിൽ 3 വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 3.5 വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെയും വരെ ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തും. 3/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പോയിന്റ് ഇവിടെയും വരെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഇതിപ്പോൾ കുളമായിട്ട് കിടക്കണേ മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, ഇവിടെ നിന്ന് സ്കെയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്വീറ്റ് ഹാർട്ട് നെക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുള്ള ഷേപ്പ് സ്വീറ്റ് ഹാർട്ട് നെക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ കേട്ടോ ഈ ഷേപ്പ് കൊടുക്കാം. ഞാൻ ഇവിടെ വരക്കാനായിട്ട് ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ. ഈ സംഭവം എടുത്ത് എനിക്ക് കറക്റ്റ് ആവുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയത്. ഞാൻ ഇങ്ങനെ ഈ ആം ഹോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഷേപ്പ് കൊടുത്തു. അതിന് ഇവിടെ ഞാൻ നോക്കി വരച്ചതാണ്. അപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ടാ. ഇവിടെ ഇത് വെച്ച് വരക്കാൻ പറ്റും. കുഴപ്പമില്ല, കറക്റ്റായിട്ടില്ലാണ്ട് ആ ഷേപ്പ് കിട്ടണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ആ ഷേപ്പ് കിട്ടൂട്ടാ. ഓക്കെ, ഡൺ. അപ്പോൾ ഏതാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് സ്വീറ്റ് ഹാർട്ട് നെക്കാണ്, എനിക്കത് മതി. ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരക്കണം. ഇവിടെ ഒരു നമുക്ക്
എത്ര പോയിൻ്റ് ഉണ്ട് നോക്കട്ടെ കേട്ടോ. സെക്കൻഡ് ഒരു 3 പോയിൻ്റ് വരെ കാണുന്നുണ്ട്. 3 പോയിൻ്റ് വരെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 3 പോയിൻ്റ് അത്ര ഇട്ടു കേട്ടോ. ഇവിടെയും വരെ അതായത് 2 പോയിൻ്റ് 3 പോയിൻ്റ് അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടെയും വരെ ഒരു അറേഞ്ച് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തത്, കാരണം ഇതിൻ്റെ വീതി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഒരു അറേഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് എടുക്കാം. 3/4 ഇഞ്ച് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലെങ്ത് നീളത്തിലേക്ക് താഴേക്ക് വേണമായിരുന്നു. അത് നടന്നില്ല, അത് കാരണം ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു പേപ്പറിലും കൂടി അത് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി നീട്ടി ഇവിടെ നിന്ന് നമ്മൾ ഒരു 3/4 ഇഞ്ച് അളന്നിട്ട് ഇവിടുത്തെ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ചെറിയ വളവിൽ അങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വരക്കാൻ പറ്റും, ഓഫ് കോഴ്സ് വരക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ സംഭവം റെഡി. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഈ ഹോൾട്ടറിനൊക്കെ ഞാൻ ഇതുവരെ ലൈഫിൽ ചെയ്തിട്ടില്ല. യൂട്യൂബ് നോക്കി തന്നെ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഹിന്ദി ചാനലാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് ഞാൻ അടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യാനാണ് എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു ജസ്റ്റ് ഒരു രൂപത്തിലെല്ലാം വെട്ടി പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിതൊന്ന് ഒരു ക്ലോത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ തുണിയിൽ ക്ലോത്തിൽ വെക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ തുണി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ആ തയ്ക്കാനുള്ള ഇത് മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. ഈ ലൈൻ ചെയ്തേക്കണം കേട്ടോ, അത് മാത്രം വെച്ചത്. അപ്പോൾ ഇത് ക്യാൻവാസ് ഒരു തുണിയിലേക്ക് ഇത് പ്രസ് ചെയ്ത് ഇത് വെച്ച് തേപ്പൊടി വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അറേഞ്ച് കൂടുതലുണ്ട് കേട്ടോ. എന്നിട്ട് അത് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ശേഷം ബാക്ക് പാർട്ട് എടുക്കുക, സെൻറ്റർ അടയാളപ്പെടുത്തുക. ബാക്ക് പാർട്ടിൻ്റെ ഇത് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ നല്ല വശം വെച്ചു. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ ഷോൾഡർ വെച്ചിട്ട് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്യണം. ഇവിടെ ജോയിൻറ്റ് ചെയ്യണം ജസ്റ്റ്. എന്നിട്ട് ഇവിടെ ജോയിൻറ്റ് ചെയ്യണം, ഇവിടെയും ജോയിൻറ്റ് ചെയ്യണം, ഇവിടെയും ജോയിൻറ്റ് ചെയ്യണം. ഈ എൻഡിങ് തൊട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ അടിച്ച് വന്നിട്ട് ഇവിടെ വരെ എത്തുമ്പോഴേക്കും ഈ പോർഷൻ ഇങ്ങോട്ടാക്കിയിട്ട് ഇതിനിങ്ങനെ നേരെ വെച്ച് അടിച്ചു പോവാം. എന്നിട്ടത് ഇവിടെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്തിക്കണേ, അവിടെയും വരെ മാത്രം അടിച്ചു പോവാം. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം, കട്ട് ചെയ്യാം. അടുത്തതും അതേപോലെ തന്നെ അറേഞ്ച് വെച്ചിട്ട് ഷോൾട്ട് അടിക്കാം. സെയിം ഇവിടെ ഇങ്ങനെ നിവർത്തി നിൽക്കേണ്ട, ഈ വശം നിവർത്തി ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഇവിടെ നേരെ കാണിച്ചു. എവിടെയാണോ സെൻറ്റർ അവിടെ അടിച്ചു പോകും. സെൻറ്റർ എവിടെയാണ് അവിടെ അടിച്ചു പോകും.
രണ്ട് ഭാഗം യോജിക്കുന്ന ഭാഗത്ത് ഈ ഭാഗം വെച്ചിട്ട് ഇവിടെ വരെ നമ്മൾ രണ്ട് ഭാഗം സെൻറ്റർ അടിച്ച് നിർത്തി. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ച് ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ അങ്ങ് യോജിപ്പിക്കാം. അപ്പം സംഭവം റെഡിയായി. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ സംഭവം ക്വാളിറ്റിക്ക് ഇതുപോലെ കിട്ടും. ഇപ്പോഴത്തെ ഫിനിഷിങ് നോക്കണ്ട, നമ്മൾ ഇത് തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഫിനിഷിങ് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോൾട്ടർ നെക്ക്, സ്വീറ്റ് ഹാർട്ട് നെക്കോട് കൂടിയിട്ട് നമുക്കൊരു ഹോൾട്ടർ നെക്ക് നമ്മൾ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, അടിപൊളി ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ട് കേട്ടോ.